ഈ പുഴയും കടന്നിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താരയുടെ വീട്ടിലെ ഡൈനിങ് ടേബിളിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഗംഗയും വിനീതും. ഗംഗയുടെ അഭിപ്രായം എന്താ, ഇവിടെ തന്നെ നിൽക്കാമെന്നാണോ എന്ന് വിനീത് ചോദിക്കേ. അവര് തന്നെ നമുക്കൊരു വീട് കണ്ടുപിടിച്ച് തരുമെന്നാ പറഞ്ഞത്. താരയുടെ ബുട്ടീക്കാ ഞാൻ നിൽക്കുന്നതിൽ ഇവിടെ നിൽക്കുമ്പോൾ കാണുന്ന ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്, നമുക്ക് രണ്ടുപേർക്കും ഒരു ജോലിയും ആവുമല്ലോ. ബിസിനസിന്റെ ഷെയർ തരാമെന്നൊക്കെയാ പറയുന്നത്. അതൊന്നും വേണമെന്നില്ല, ബൂട്ടിക്കിന്റെ നടത്തിപ്പ് എങ്ങനെയാണെന്ന് പഠിച്ചെടുത്താ നമുക്കും വൈകാതരണം തുടങ്ങാലോ എന്ന് ഗംഗ പറയുന്നത് കേൾക്കേ. അപ്പോഴത്തേക്കും അത്രയ്ക്കൊക്കെ ആലോചിച്ചു കൂട്ടിയല്ലേ എന്ന് വിനീതും ചോദിക്കുന്നു. പിന്നെ ആലോചിക്കണ്ടേ, എല്ലാവരും അവരുടെ കാര്യം നോക്കുന്നുണ്ട്, പിന്നെ നമ്മൾ മാത്രമാ എന്ന് ഗംഗ പറയുമ്പോഴാണ് താര അങ്ങോട്ട് ഓടി വരുന്നത്. പരിഭ്രമത്തോടെ അവൾ ഗംഗ എന്ന് വിളിക്കേ. ഞാൻ ബുട്ടിക്കിലെ കാര്യമൊക്കെ വിനീതനോട് സംസാരിക്കായിരുന്നു എന്ന് അവൾ പറയുന്നു. അത് കേട്ട് താരയും അതൊന്നും നടക്കില്ല ഗംഗ എന്ന് പരിഭ്രമത്തോടെ പറയേ. എന്തു പറ്റി എന്ന് അമ്പരപ്പോടെ ഗംഗയും ചോദിക്കുക. സിനോ ചേട്ടനെ വിളിച്ചത്, നാളെയോ മറ്റന്നാളോ അവരെല്ലാം കൂടി തിരിച്ചു വരും. അപ്പോഴേക്കും നിങ്ങൾ വേറെ വീട് കണ്ടെത്തി മാറിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നവൾ പറയുന്നത് കേൾക്കെ. ഇവിടെ തന്നെ താമസിക്കണമെന്നല്ലേ താര പറഞ്ഞിരുന്നതെന്ന് ഗംഗയും ചോദിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങൾ ഈ വീട്ടിൽ തന്നെ താമസിക്കണമെന്നല്ല എന്ന് താര പറയും. അതിപ്പോ വേറെ വീട് കണ്ടുപിടിക്കാൻ എന്ന് ഗംഗയും പറയുന്നുണ്ട്. താമസിക്കണമെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം. ഇപ്പൊ എടുത്തിരിക്കുന്ന ഈ ഭാരം തന്നെ എന്നെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. സിനോ ചേട്ടന്റെ അച്ഛനും അമ്മയും ഒക്കെ ഈ കാര്യം അറിയുമ്പോ എന്തു പറയുമെന്ന് എനിക്കറിയില്ല. അവർ വരുമ്പോഴേക്കും നിങ്ങളൊന്ന് ഇറങ്ങി തന്നേക്കണം. എന്നെ വെറുതെ കുഴപ്പത്തിലാക്കരുതെന്ന് പറഞ്ഞ് താര അവിടുന്ന് പോവുകയാണ്. താരയുടെ വാക്കുകൾ കേട്ട് ആകെ ടെൻഷനോടെ നിൽപ്പാ ഗംഗയും വിനീതുമെല്ലാം. അച്ഛമ്മയുടെ നിർദ്ദേശപ്രകാരം അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ എത്തിയിരിക്കുകയാണ് കാവേരിയും ശാരദയും. കാവേരി കൈകൂപ്പി കണ്ണന് മുന്നിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ണ, വൃന്ദാവനത്തിൽ നിന്ന് ഈ മധുരയിലെത്തിയതുപോലെ ദൂരെ നാട്ടിലെത്തിയിരിക്കുക ഞങ്ങളും. ഇവിടെ എന്തൊക്കെയാണ് ഞങ്ങളെ കാത്തിരിക്കുന്നതെന്ന് നിനക്ക് മാത്രമേ അറിയൂ. ശാരദയും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ ഭഗവാനെ, ഞാനും എന്റെ കുടുംബവും ഇതുവരെ നേരിട്ട അഗ്നി പരീക്ഷണം നീ കണ്ടതല്ലേ. ഇപ്പോ നീലാകാശത്തു നിന്ന് ഒരു വെള്ളിട് കൂടി വെട്ടിയിരിക്കുക. നിളമോളുടെ അസുഖം അവളുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു കേടും കൂടാതെ കിട്ടാൻ നീയേ തുണയുള്ളൂ ഭഗവാനെ. അരവിന്ദേട്ടൻ പണിത വീട്ടിൽ നിന്നിറങ്ങിയ ഞങ്ങളെ തൃശങ്കു സ്വർഗത്തിലാക്കല്ലേ ഭഗവാനെ എന്നൊക്കെ ശാരദ പ്രാർത്ഥിക്കുമ്പോഴേക്കും നരന്റെ മുത്തശ്ശി അംബികയും അമ്പലത്തിലേക്ക് എത്തുകയും ശാരദയുടെയും കാവേരിയുടെയും അരികിലേക്ക് ചെന്നു നിന്ന് അംബികയും പ്രാർത്ഥിക്കുന്നുണ്ട്. കൃഷ്ണ, എല്ലാം നിനക്ക് അറിവുള്ളതാണല്ലോ. എന്റെയല്ല, നരന്റെ കാര്യം പറയാനാ ഞാൻ ഇന്ന് നിന്റെ മുന്നിൽ എത്തിയിരിക്കുന്നത്. തകർന്നു കിടക്കുന്ന അവന്റെ ജീവിതം നേരെയാക്കാൻ നരന് പറ്റിയൊരു പെണ്ണിനെ കൊടുക്കണേ എന്നൊക്കെ കൈകൂപ്പി പ്രാർത്ഥിച്ച് തിരിയുമ്പോഴാണ് അരികിൽ പ്രാർത്ഥനയോടെ നിൽക്കുന്ന കാവേരിയെ മുത്തശ്ശി ശ്രദ്ധിക്കുന്നത്. നല്ല ഐശ്വര്യമുള്ള കുട്ടി. കൃഷ്ണ, ഇതുപോലൊരു കുട്ടിയെ എന്റെ നരന് വധുവായി ലഭിച്ചിരുന്നെങ്കിൽ ഏതാ ഈ കുട്ടി എന്ന് അംബിക ചിന്തിക്കുമ്പോഴേക്കും തിരുമേനി ഇറങ്ങി വന്ന് കാവേരി, രേവതി നക്ഷത്രം എന്ന് വിളിച്ച് പ്രസാദം കൊടുക്കുക. അത് കേട്ട് അംബികയും കാവേരി, നല്ല പേര് എന്ന് അവളെ നോക്കി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അവളും സന്തോഷത്തോടു കൂടി പ്രസാദം വാങ്ങി തിരുമേനിക്ക് ദക്ഷിണ കൊടുത്ത് നെറ്റിയിൽ പ്രസാദം ചാർത്തുകയാ. അംബിക തിരുമേനി എന്ന് വിളിക്കേ. ഓർമ്മയുണ്ട്, പ്രദക്ഷിണം ചെയ്തു വന്നോളൂ. അപ്പോഴേക്കും പൂജ കഴിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവുക. അംബിക പ്രദക്ഷിണം ചെയ്യാനായി പോകുമ്പോഴേക്കും കാവേരി അമ്മയോടായി, കഴിഞ്ഞില്ലേ അമ്മേ എന്ന് ചോദിക്കേ. ശാരദ ദേഷ്യത്തോടെ അവളെ നോക്കുകയാ. അയ്യോ, ഞാൻ നിങ്ങൾക്കിടയിൽ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും വന്നതല്ല. അമ്മ സമാധാനമായിട്ട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞോളൂ. അപ്പോഴേക്കും ഞാനൊരു പ്രദക്ഷിണമൊക്കെ വെച്ച് അമ്പലമൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് കാവേരിയോടൊന്ന് പോകുമ്പോഴേക്കും ശാരദ ചിരിയോടെ വീണ്ടും പ്രാർത്ഥിക്കാനായി തുടങ്ങുകയാ. ഭഗവാനെ, അടുത്തത് ഇവളുടെ കാര്യ, അതൊന്നും നടത്തി തരണേയുള്ളൂ എന്ന് ശാരദയും പ്രാർത്ഥിക്കുന്നുണ്ട്. അംബിക അപ്പോഴേക്കും നാഗദൈവങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കാനായി എത്തിയിരിക്കുകയാണ്. പ്രദക്ഷിണം ചെയ്യാനിറങ്ങിയ കാവേരിയും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് നടന്നു വരുമ്പോഴാണ് പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയ അംബിക തല ചുറ്റി വീഴാനായി പോകുന്നത്. അവരെ കണ്ട് കാവേരി ഓടിച്ചെന്ന്, അയ്യോ അമ്മേ, എന്തു പറ്റി എന്ന് ചോദിച്ച് വീഴാൻ തുടങ്ങി അവരെ താങ്ങി പിടിക്കുക. അവർ തളർന്ന് നിലത്തേക്കിരിക്കുമ്പോഴേക്കും ആരെങ്കിലും കുറച്ച് വെള്ളം കൊണ്ടുതരോ പെട്ടെന്ന് എന്ന് കാവേരി വിളിച്ചു പറയേ. ഒരു സ്ത്രീ ഓടിപ്പോയി വെള്ളം എടുത്തു കൊടുക്കുന്നു. അവൾ അംബികയെ വെള്ളം കുടിപ്പിച്ച്, എങ്ങനെയുണ്ടമ്മേ എന്ന് ചോദിക്കേ. തന്റെ താഴെ വീണ് കിടക്കുന്ന പേഴ്സിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അംബിക. അവളത് എടുത്തു കൊടുക്കുമ്പോഴേക്കും അത് തുറക്കാനായി കൈകൊണ്ട് ആംഗ്യം കാണിക്കുക അംബിക. അവളത് തുറന്നു നോക്കുമ്പോൾ അതിലൊരു ടാബ്ലറ്റ് കണ്ട്, ടാബ്ലറ്റ് ആണോ എന്നാ ടാബ്ലറ്റ് എടുത്തുകൊണ്ട് ചോദിക്കുക. അതെ എന്ന് അവർ പറയേ. അവൾ ആ ടാബ്ലറ്റ് എടുത്ത് അംബികയെ കഴിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് ശാരദ അങ്ങോട്ട് വരുന്നത്. അവിടെ ആൾക്കാർ കൂടി നിൽക്കുന്നത് കണ്ട്, എന്താ അവിടെ എന്ന് ശാരദ ഒരാളോടായി ചോദിക്കേ. ആ കുട്ടിയുടെ അമ്മയെന്തോ തല ചുറ്റി വീണതാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് പോവുക. ശാരദ അങ്ങോട്ട് എത്തുമ്പോഴേക്കും ബാക്കിയുള്ളവരും അവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു. ശാരദ സംശയത്തോടെ അവരെ നോക്കി നിൽക്കേ. അത് പ്രഷറിന്റെയാ, ടാബ്ലറ്റ് കഴിച്ചപ്പോൾ മാറിയെന്ന് അംബിക തളർച്ചയോടെ പറയുന്നു. ശാരദയും ചിരിയോടെ, നിനക്കൊരു പുതിയ അമ്മയെ കിട്ടിയെന്ന് അവിടെ ഒരാൾ പറഞ്ഞായിരുന്നു എന്ന് പറയേ. എനിക്കിങ്ങ് തന്നാലും കുഴപ്പമില്ല, ഇതുപോലൊരു മോളെ കിട്ടാനേ ആരാ കൊതിക്കാത്തതെന്ന് അംബികയും പറയുകയാ. അത് കേട്ട് ശാരദയും ചിരിയോടെ, എന്നാ പിന്നെ എടുത്തോ, ഇതുപോലൊരെണ്ണത്തിനെ ആരെടുക്കുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ എന്ന് പറയേ. കാവേരി പരിഭവത്തോടെ അമ്മയെ നോക്കുന്നുണ്ട്. അമ്മയുടെ പേരെന്താന്ന് ശാരദ ചോദിക്കേ. അംബിക. ഞാൻ ശാരദയെന്ന് ശാരദയും പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവിടെ എവിടാ
ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് അംബിക ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടുത്തുകാരല്ല, പുഷ്പവാടിയിലുള്ളവരാ എന്ന് തുടങ്ങി ശാരദ അങ്ങോട്ട് വരാനുണ്ടായ സാഹചര്യങ്ങളെല്ലാം അംബികയോട് വിവരിക്കുകയും അവർ വീണ്ടും പ്രദക്ഷിണം തുടങ്ങുമ്പോഴേക്കും അംബിക ചോദിക്കുന്നുണ്ട്, അപ്പോ ഇളയമോളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാ നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് വന്നത്? അത് കേട്ട് ശാരദയും എല്ലാവർക്കും ഒരു വരുമാനമുണ്ടായ ഇവിടെ തന്നെ താമസിക്കണമെന്നുണ്ട്. മൂത്ത മോളും അവളുടെ ഭർത്താവും നന്നായിട്ട് തയ്ക്കും, ഇവള് ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുക എന്ന് കാവേരി ചൂണ്ടി പറയുന്നുണ്ട് ശാരദ. എനിക്കാണെങ്കിൽ പാചക ജോലിയൊക്കെ നന്നായിട്ട് അറിയാം എന്ന് ശാരദ പറയേ, അയ്യോ മോളെ, ആ വഴിപാടിന്റെ പ്രസാദം ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റുമോ എന്ന് അംബിക ചോദിക്കേ. കാവേരി അതിന് സമ്മതിക്കുക. നരേൻ അശ്വതി നക്ഷത്രം എന്ന് പറഞ്ഞാ മതി എന്ന് അംബിക പറയേ. പേരെന്താ പറഞ്ഞേ എന്ന് കാവേരി വീണ്ടും ചോദിക്കുക. നരേൻ അശ്വതി നക്ഷത്രം എന്ന് അംബിക വീണ്ടും പറയേ. ഒരു പുഞ്ചിരിയോടെ നരേൻ എന്ന് പറഞ്ഞ് കാവേരി അത് വാങ്ങിച്ചോണ്ട് വരാനായി പോവുകയാണ്. അവൾ പോയി കഴിയുമ്പോഴേക്കും ശാരദ ചോദിക്കുന്നുണ്ട്, മോനാണോന്ന്? അല്ല, കൊച്ചുമോൻ, എന്റെ മൂത്ത മോളുടെ മോനാ. പക്ഷേ എനിക്കവൻ സ്വന്തം മോനെ പോലെയാ. അവൻ അമ്മയില്ല, അച്ഛനും, രണ്ടുപേരും ഒരു അപകടത്തില് എന്ന് അംബിക പറഞ്ഞു നിർത്തുമ്പോഴേക്കും അംബിക അമ്മ വിഷമിക്കാതെ, ഇങ്ങനെ ഓരോ സങ്കടങ്ങളില്ലാത്ത ആരാ ഉള്ളത്? എല്ലാം ഭഗവാന്റെ ഓരോ ലീല എന്ന് ശാരദയും പറയുകയാ. അവന്റെ കല്യാണമാ ഇപ്പൊ ആകെയുള്ളൊരു വിഷമം. അവൻ ഒന്നിനും അങ്ങോട്ട് അടുക്കുന്നില്ല. കല്യാണം വേണ്ടെന്നുള്ള മട്ട. അവന്റെ വിവാഹ തടസ്സം മാറാൻ കല്യാണ വരപ്രസാദ പൂജയാ നടത്തുന്നത്. 108 ദിവസത്തെ പൂജയുടെ അവസാന ദിവസമായി ഇന്ന്. അവന് യോജിച്ചൊരു കുട്ടിയെ കിട്ടിയ മതിയായിരുന്നു എന്ന് അംബിക പറയേ. അതൊക്കെ ഭഗവാൻ തന്നെ കൊണ്ടുതരും. പൂജയ്ക്ക് ഫലം കാണാതിരിക്കില്ലെന്ന് ശാരദയും ആശ്വസിപ്പിക്കുകയാ. സാധാരണ അമ്പലത്തിലേക്ക് കൂട്ടുവരാറുള്ളത് ഗായത്രിയാ. ഇന്ന് അവൾക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാ. ഏറെ വർഷങ്ങൾ ആഗ്രഹിച്ച് ഒരു കുഞ്ഞിനെ കൊടുത്തതാ ഭഗവാൻ. പിറവിയെടുക്കുന്നതിന് മുമ്പേ ഭഗവാൻ തന്നെ അതിനെ തിരിച്ചു വിളിച്ചു. ഓരോരോ ദുശകുനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഒരു മനസ്സമാധാനവുമില്ല എന്ന് അംബിക ടെൻഷനോടെ പറയേ. സാരമില്ല, എല്ലാം ശരിയാവും. പൂജയുടെ അവസാന ദിവസമല്ലേ ഇന്ന് ഇതിന്റെ തുടക്കമാണെന്ന് കരുതി എന്നൊക്കെ ശാരദ അവരെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും പൂജയുടെ പ്രസാദവും വാങ്ങി കാവേരി അങ്ങോട്ട് എത്തുകയാണ്. അവരത് അംബികയ്ക്ക് കൊടുക്കുമ്പോഴേക്കും പോവാൻ മോളെ എന്ന് ശാരദ ചോദിക്കുന്നുണ്ട്. ഞാനും ഇറങ്ങാം വാ എന്ന് വിളിച്ച് അംബിക അവരെയും കൂട്ടി അമ്പലത്തിന് പുറത്തേക്ക് എത്തുകയാണ്. കാറിനടുത്തെത്തുമ്പോഴേക്കും അംബിക കാവേരിയോടായി, മോളോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്ന് പറയേ. അതൊക്കെ മനുഷ്യന്മാര് തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ടതല്ലേ അംബികാമ്മ എന്ന് ശാരദയും ചോദിക്കുക. എന്നാലും വീണൊടിവ് പറ്റി എവിടെയെങ്കിലും കിടന്നാലും എത്ര പേരുണ്ടെന്ന് പറഞ്ഞിട്ടെന്താ, പ്രായം ഇതല്ലേ എന്ന് അംബികാമ്മയും പറയുക. എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ അംബികാമ്മ എന്ന് ശാരദ യാത്ര പറയേ. ഇടയ്ക്ക് ഇതുപോലെ അമ്പലത്തിൽ വെച്ച് കാണാം എന്ന് അംബികാമ്മ പറയേ. അതിന് സാധ്യതയില്ല. ഇപ്പോ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇന്നോ നാളെയോ മാറിക്കൊടുത്തേ പറ്റൂ. ഇനിയിപ്പോ തിരുവനന്തപുരത്ത് തന്നെയാണ് താമസിക്കുന്നതെങ്കിലും ദൂരെ എവിടെയെങ്കിലും ആയിരിക്കുമല്ലോ. പിന്നെങ്ങനെ കാണാനാ? എന്തായാലും കണ്ടില്ലേ, അത് തന്നെ സന്തോഷം എന്ന് പറഞ്ഞ് ശാരദയും കാവേരിയും യാത്ര പറഞ്ഞു പോവാൻ തുടങ്ങുന്നേരം ശാരദയെന്ന് അംബികാമ്മ വിളിക്കുന്നു. അവർ തിരിഞ്ഞു നിൽക്കുമ്പോഴേക്കും അംബികാമ്മ അവരുടെ വഴിയിലേക്ക് ചെന്ന്, നിങ്ങൾക്ക് താമസിക്കാൻ വീട് അന്വേഷിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾക്കൊരു ഔട്ട് ഹൗസ് ഉണ്ട്, നിങ്ങൾക്ക് അത് മതിയെങ്കിൽ എന്ന് ചോദിക്കേ. ഞങ്ങൾ 6-7 പേരുണ്ട് അംബികാമ്മേ എന്ന് ശാരദയും ചിരിയോടെ പറയുക. ഔട്ട് ഹൗസ് എന്നത് ഇപ്പോഴിട്ട പേരാ, അതൊരു പഴയ വീട്. 6-7 പേർക്ക് താമസിക്കാൻ പറ്റുമെന്നാ എന്റെ വിശ്വാസം എന്ന് അംബികാമ്മ പറയേ. നമുക്കൊന്ന് പോയി നോക്കിയാലോ മോളെ എന്ന് ശാരദ കാവേരിയോടായി ചോദിക്കുക. അവൾ അതിന് സമ്മതിക്കുമ്പോഴേക്കും അംബികാമ്മ സന്തോഷത്തോടെ അവരെ വിളിച്ച് തന്റെ കാറിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. ആ കാർ അവരെയും കൊണ്ട് ഗൗരി ശങ്കരത്തിലെത്തി നിർത്തുമ്പോഴേക്കും കാറിൽ നിന്നിറങ്ങിയ അംബികാമ്മ വാ ശാരദ എന്ന് പറഞ്ഞ് ശാരദയെ വിളിക്കുകയാ. കാറിൽ നിന്ന് ഇറങ്ങാതെ ഇരുന്ന കാവേരിയെയും അവർ മോളെ ഇറങ്ങി വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. കാറിൽ നിന്നിറങ്ങിയ കാവേരിയും അമ്പരപ്പോടെ ആ വീട് നോക്കി നിൽപ്പാ. സിറ്റൗട്ടിലെ ചെയറിൽ തന്നെ രഘുനാഥും ഇരിപ്പുണ്ടായിരുന്നു. അംബികാമ്മ സിറ്റൗട്ടിലേക്ക് കയറി പോകുമ്പോഴേക്കും അമ്പരപ്പോടെ നോക്കി നിൽക്കുന്ന കാവേരിയെ, ഡി വാ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് ശാരദ വിളിക്കുന്നുണ്ട്. അവൾ അമ്മയുടെ അരികിലേക്ക് വരുമ്പോഴേക്കും എന്താടി വീട് കണ്ട് പേടിച്ചു പോയോ എന്ന് അമ്മയും ചോദിക്കുക. ഇല്ലമ്മേ എന്നവൾ പറയേ. എന്നാ ഞാൻ പേടിച്ചെന്ന് ശാരദയും. ഞാൻ ഈ വീട് മുമ്പെപ്പോഴോ കണ്ടിട്ടുള്ള പോലെ തോന്നുന്നുണ്ടെന്ന് കാവേരി പറയേ. പിന്നെ തിരുവനന്തപുരത്തുനിന്ന് നീ ഇങ്ങോട്ട് വന്ന് വീട് കാണല്ലേ എന്ന് ശാരദയും ചോദിക്കുക. അവര് ശ്രദ്ധിച്ച അംബികാമ്മയും എന്താ രണ്ടാളും അവിടെ നിന്ന് കളഞ്ഞത്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കേ. അവർ രണ്ടുപേരും സിറ്റൗട്ടിലേക്ക് കയറുകയാണ്. അവർ വന്നതൊന്നും അറിയാതെ കണ്ണടച്ച് പാട്ടും ആസ്വദിച്ചിരിപ്പാ രഘുനാഥ്. അപ്പോഴേക്കും അവിടുത്തെ ജോലിക്കാരി സിറ്റൗട്ടിലേക്ക് വരികയാണ്. രഘുനാഥിന്റെ ആസ്വാദനം കണ്ട് ഏതാ നാദോപാസനയോ സീതാ കല്യാണമോ എന്ന് അംബികാമ്മ അവളോടായി ചോദിക്കേ. നകുമോ എന്നവളും. നരനില്ലേ എന്ന് അംബികാമ്മ ചോദിക്കേ. പുറത്തേക്ക് പോയല്ലോ എന്നവൾ പറയുന്നു. ഓ അപ്പം മുറി പൂട്ടിയിട്ടുണ്ടാവുമല്ലേ എന്ന് അംബികാമ്മ ചോദിക്കേ. അത് പതിവ് പോലെ തന്നെ എന്നവളും. താക്കോൽ അവന്റെ കയ്യിലാണല്ലേ എന്ന് അംബികാമ്മ ചോദിക്കും. അതെ എന്ന് പറഞ്ഞ് ശാരദയും കാവേരിയും ശ്രദ്ധിച്ച് ആരാ അംബികാമ്മ ഇത് എന്നവൾ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഔട്ട് ഹൗസ് നോക്കാൻ വന്നവരാ എന്നവർ പറയേ. വാടകയ്ക്കോ എന്നവളും ചോദിക്കുന്നുണ്ട്. അതെ എന്നവർ പറയേ. നരേമോന്റെ കാര്യമല്ല, ഉടനെയൊന്നും വരുമെന്നുള്ള പ്രതീക്ഷ വേണ്ടെന്ന് അവളും പറയുന്നുണ്ട്. താക്കോൽ ഇല്ലെങ്കിലും സാരമില്ല, നമുക്കിപ്പോ വീട് പുറത്തൊന്നു കാണാം, പിന്നെ നിങ്ങൾ സൗകര്യം പോലെ വന്നിട്ട് ഒരു തീരുമാനം എടുത്താൽ മതി എന്ന് പറഞ്ഞ് അംബിക അവരെയും വിളിച്ച് ഔട്ട് ഹൗസിലേക്ക് നടക്കുകയാ. അതാരാ അംബികമ്മേ എന്ന് കാവേരി ചോദിക്കേ. സീമയാ, അവൾ ഇവിടുത്തെ സെർവന്റ് ആയിട്ടല്ല, ഞങ്ങൾ അവളെ ഇവിടുത്തെ അംഗമായിട്ടാ കാണുന്നത് എന്ന് അംബികമ്മ പറയുന്നവൾക്ക് കാവേരി സീമയെ നോക്കി ചിരിക്കുകയാ.
സീമയും അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് അസ്വസ്ഥതയോടെ നിൽപ്പാം. അംബികാമ്മ ശാരദയോടായി രഘുവേട്ടനെ മനസ്സിലായി കാണുമല്ലോ അല്ലേ എന്ന് ചോദിക്കേ. പുള്ളിക്കാരൻ എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് ശാരദ ചോദിക്കേ. കാവേരി അമ്മയെ തടഞ്ഞ് അമ്മേ എന്താ ഇത് എന്ന് ചോദിക്കുമ്പോഴേക്കും അംബികാമ്മ ഗേറ്റ് തുറക്കാനായി പോയിരുന്നു. എടി വെട്ടുവാദമാണെന്ന് സംശയം, കയ്യും കാലുമൊക്കെ ഇട്ട് ഇളക്കണ കണ്ടില്ലേ എന്ന് ശാരദ ചോദിക്കേ. എന്റെ പൊന്നമ്മേ, അത് ചെവിയിൽ പാട്ട് വെച്ചിരിക്കുന്നതാ, ഇയർപോഡ്സ് എന്ന് കാവേരി പറയുന്ന കേൾക്കേ. എന്തസുഖം എന്ന് അംബികയും അവരെ ശ്രദ്ധിച്ച് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അതെ, പ്രായത്തിൻ്റെതായ കുറച്ച് അസുഖങ്ങൾ ഉണ്ടാവില്ലേ, പ്രഷർ, ഷുഗർ, അതാ അമ്മ പറഞ്ഞതെന്ന് കാവേരി പറയുന്നുണ്ട്. ആ, അതൊക്കെ ധാരാളമുണ്ട്. വായെന്ന് വിളിച്ച് ഗേറ്റ് തുറന്ന് ഔട്ട് ഹൗസിലേക്ക് അവരെ വിളിക്കുകയാണ് അംബിക. എടി, ചെവിയിൽ വെച്ച് എങ്ങനെയാ പാട്ട് കേൾക്കണേ എന്ന് ശാരദ അവളോടായി ചോദിക്കേ. എന്റെ അമ്മേ, മണ്ടത്തരം പറയാതെ അങ്ങോട്ട് പോ എന്ന് പറഞ്ഞ് കാവേരി അവരെയും കൊണ്ട് ഔട്ട് ഹൗസിലേക്ക് പോവുകയാണ്. അപ്പോഴും ജോലിക്കാരി സീമയുടെ അസ്വസ്ഥതയോടെ നോക്കി നിൽപ്പാം. അംബികാമ്മ അവരെയും കൊണ്ട് വീട് ചുറ്റി നടന്ന് കാണിക്കുന്നുണ്ട്. ഇതാണ് വീടിന്റെ മുൻവശം എന്ന് അംബികാമ്മ പറയേ. വലിയ വീടാണല്ലോ എന്ന് ശാരദയും പറയുന്നുണ്ട്. ഔട്ട് ഹൗസ് അല്ല, ഒരു കുടുംബം താമസിക്കാൻ വെച്ച വീടായിരുന്നു ഇത്. 19 വർഷം മുമ്പ് ഒരു ചെറിയ പെൺകുട്ടി ഗൃഹപ്രവേശം കാത്ത് ഈ വീടിന്റെ പടിക്കൽ ഭർത്താവിന്റെ കൈയും പിടിച്ച് നിന്നിട്ടുണ്ട്. ഈ ഞാൻ തന്നെ, രഘുവേട്ടന്റെ തറവാട് വീടാ ഇത്. ഇവിടുന്ന് ബിസിനസ് ചെയ്ത രഘുവേട്ടൻ എല്ലാം ഉണ്ടാക്കിയത്. ആ കണ്ട വീടും കമ്പനിയും ഒക്കെ നമുക്ക് അങ്ങോട്ടിരിക്കാമെന്ന് പറഞ്ഞ് അംബികാമ്മ ശാരദയെ സീറ്റ് ഔട്ടിലേക്ക് വിളിക്കുമ്പോഴേക്കും ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് കാവേരി ചുറ്റി നടക്കുകയാണ്. പെട്ടെന്ന് വരണേന്ന് ശാരദ വിളിച്ചു പറയേ. വരാമെന്ന് കാവേരിയും വിളിച്ചു പറയുന്നു. സീറ്റ് ഔട്ടിലെ ചെയറിലേക്ക് ഇരുന്ന് അംബികാമ്മ ശാരദയോടെ പറയുന്നുണ്ട്. എപ്പോഴും ഞാനിവിടെ വന്നിരിക്കും, അപ്പോ പഴയ ഓർമ്മകളൊക്കെ വന്നു തൊടുന്നത് പോലെ തോന്നും. അത് കേൾക്കെ ശാരദയും ഒരു ചിരിയോടെ ഇവിടെ ഇപ്പോ വാടകക്കാരൊഴിഞ്ഞിട്ട് എത്ര കാലായി എന്ന് ചോദിക്കുന്നു. അത് കുറച്ചുനാളായി എന്ന് അംബികാമ്മ പറയേ. അവരെങ്ങോട്ടാ പോയേ? പുതിയ വീട് വെച്ച് മാറിയിട്ടുണ്ടാവും അല്ലേ എന്ന് ശാരദയും ചോദിക്കും. അത് കേൾക്കെ അംബികാമ്മയുടെ മുഖം അപ്പോഴേക്കും വല്ലാതാവുകയാണ്. കാവേരി അപ്പോഴേക്കും പുറകുവശത്തെ സ്റ്റെയർകേസിലൂടെ മുകളിലേക്ക് കയറാനായി തുടങ്ങിയിരുന്നു. അംബികാമ്മയെ ശ്രദ്ധിച്ച് ശാരദയും പറയുന്നുണ്ട്. ഞാനൊന്നും വിചാരിച്ച് ചോദിച്ചതല്ല, ഓരോ വീടിന്റെയും രാശി എന്നൊക്കെ പറയാറുണ്ടല്ലോ, പൊതുവെയുള്ളൊരു ശീലം കൊണ്ട് അങ്ങ് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന്. അത് കേട്ട അംബികാമ്മയും അവര് പോയി, അത്രേ എനിക്കറിയുള്ളൂ എന്ന് അംബികാമ്മ പറയുമ്പോഴേക്കും കാവേരി ടെറസിലേക്ക് എത്തിയിരുന്നു. ടെറസിലേക്ക് കയറി അവൾ ഒരു പുഞ്ചിരിയോടെ എല്ലായിടവും നോക്കി കാണുകയാ. അംബികാമ്മ വീണ്ടും പറയുന്നുണ്ട്. ഇത് വാടകയ്ക്ക് കൊടുത്ത് ജീവിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. പുതിയ വീട് വെച്ചിട്ടും ഒരുപാട് കാലം ഇത് അടഞ്ഞു കിടക്കുകയായിരുന്നു. ഒരേ ഒരു കൂട്ടര് മാത്രമേ ഇവിടെ വാടകയ്ക്ക് താമസിച്ചിട്ടുള്ളൂ. നിങ്ങളെപ്പോലെ അവരെയും ഇഷ്ടപ്പെട്ടതുകൊണ്ടാ ഇവിടെ താമസിപ്പിച്ചത്. അവരുടെ കൂട്ടത്തിലും ഉണ്ടായിരുന്നു കാവേരി മോളെ പോലെ ഒരു മിടുക്കി കുട്ടി എന്നിവർ പറയുമ്പോഴേക്കും കാവേരി ടെറസ് ചുറ്റി നടന്നു കാണുകയാ. അവൾ അങ്ങനെ നോക്കുമ്പോഴേക്കും അപ്പുറത്തെ വലിയ വീടിന്റെ ബാൽക്കണിയും കാണുന്നുണ്ട്. അങ്ങനെ നോക്കി നിൽക്കുന്നതിനിടയിൽ പെട്ടെന്ന് ആരോ വരുന്ന ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞു നോക്കുന്ന കാവേരിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. രഘുനാഥ് അവരെ ഔട്ട് ഹൗസിൽ താമസിക്കാൻ സമ്മതിക്കാതിരിക്കുകയും അംബികാമ്മ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതും നിളയെ താര ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.